ഈശോയിൽ പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടത്തിൽ കർത്താവ് പഠിപ്പിച്ച ഒരു അധ്യായം തന്നെയാണ് ഇന്നേ ദിവസം നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. വെറുപ്പിനെ കൈകാര്യം ചെയ്യാനായിട്ട് പഠിക്കുക. കർത്താവ് യേശുമിശിഹായുടെ ജീവിതത്തിൽ പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങൾ മറച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കർത്താവ് വെറുക്കപ്പെട്ടിട്ടുണ്ട്, ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പലയിടങ്ങളിലും അവനെ പ്രവേശിപ്പിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവനെ ഭ്രാന്ത് കാണാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു തരത്തില് ലോകം അവനെ റിജക്ട് ചെയ്യുന്ന ഒരു ഫേസ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്ന നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ലോകത്തിലെ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കാൻ പോകുന്നില്ല. ലോകത്തിലെ എല്ലാവരിലേക്കും നിങ്ങളുടെ സ്നേഹവും പോകാൻ പോകുന്നില്ല. പക്ഷെ നമ്മളെല്ലാവരും സ്നേഹിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. പക്ഷെ ചില സമയങ്ങൾ, ചില ഇടങ്ങൾ നമ്മളെ നിഷേധിക്കും. ചില വ്യക്തികൾ നമ്മളെ നിഷേധിക്കും, നമ്മുടെ സ്നേഹം നിഷേധിക്കും. കർത്താവ് പറഞ്ഞാൽ ചില ഇടങ്ങളിലേക്ക് ഞാൻ പോയി, എനിക്ക് അവിടെ അത്ഭുതമൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അവിടത്തെയുള്ള ആളുകൾ വിശ്വസിച്ചില്ല. സോ കർത്താവിന് കുറവുണ്ടായിട്ടല്ല, പക്ഷെ അവിടുത്തെ ജനത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്നേഹവും. ചില മനുഷ്യന്മാർ നിങ്ങളെ സ്നേഹിക്കത്തില്ല. നിങ്ങൾ എത്രയൊക്കെ സ്നേഹിച്ചാലും അവർ സ്നേഹിക്കത്തില്ല. കാരണം അവര് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സോൾ ജേർണിയുടെ പാർട്ടല്ലായിരിക്കും. ചിലപ്പം അവരിൽ നിന്ന് തിക്താനുഭവം ഉണ്ടാകണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ വിളി. അപ്പം നമുക്കറിയത്തില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ആത്മീയ ബോധ്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ബോധ്യം ഇങ്ങനെയാണ്, വ്യക്തിപരമായ ബോധ്യം ഇങ്ങനെയാണ്. പുഴ പോലെ ഒഴുകണം സ്നേഹം. പക്ഷെ അത് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന മനുഷ്യരിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ അത് ഒഴുകാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യരിലേക്ക് പോവുക, അതിനെ ഒഴുക്കുക, നനയ്ക്കുക, കടന്നു വരിക. അപ്പൊ വരണ്ട ഭൂമി പോലെയുള്ള മനുഷ്യന്മാരുടെ ഇടയിലേക്ക് സ്നേഹമായിട്ട് പോകാൻ ദൈവം ആത്മീയ മനുഷ്യരായിരിക്കും. പക്ഷെ ചില ഇടങ്ങൾ നിങ്ങളെ നിഷേധിക്കും, ചില വ്യക്തികൾ നിങ്ങളെ നിഷേധിക്കും. അപ്പം അത് മാത്രമല്ല, അപമാനിക്കപ്പെടും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഈ സുവിശേഷത്തിന്റെ ഇത് പ്രകാശമാകും കൊണ്ട് നിങ്ങൾ എല്ലായിടത്തേക്കും പോകുമ്പോൾ നിങ്ങൾ എല്ലായിടത്തും സ്വീകരിക്കപ്പെടുമെന്നോ, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പ്രിവിലേജ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. നിഷേധിക്കപ്പെടാനും എന്താ പറയുക, ഒരു വിഡ്ഢിയാക്കപ്പെടാനും ഒക്കെയുള്ള വിളിയായത്. ഇത് ഒരു കോമാളിയാക്കപ്പെടുന്ന ഒരുപാട് സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. നിങ്ങളൊരു പൊട്ടനാണ്, പൊട്ടിയാണെന്നൊക്കെ ആളുകൾ പറയും, ഭ്രാന്തനാണെന്നൊക്കെ വിളിക്കും. അതായത് ഇതൊരു സെൽഫ് സാക്രിഫൈസിന്റെ വിളിയാ. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം കർത്താവായ യേശുമിശിഹായുടെ ഫോളോ ചെയ്യാനായിട്ട്. ശിഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ അവസാനം വരെയും കർത്താവിന് സാക്ഷ്യം വഹിച്ചു. അതുവരെയും അവർ പേടിക്കുന്നുണ്ട്, അവര് പിന്തിരിയുന്നുണ്ട്, പിന്നെയും വലയെടുത്ത് പത്രോസ് പോകുന്നുണ്ട്. പക്ഷെ അവനറിയാം കൂടെയുള്ള സത്യത്തിന്റെ വലിപ്പം. അപ്പം ഇത് ഒരു സഹനത്തിന്റെ കൂടെ വിളിയാ, ഒരു കുരിശയാത്രയുടെ വിളിയാ, യേശുക്രിസ്തു നടന്ന അതേ വഴിയിലൂടെ നടക്കാനുള്ള വിളിയാ. അപ്പൊ അതിനേക്കൊക്കെ വേണ്ട ഒരു ഒരുക്കം, ഈ ലോകത്തിൽ നിന്നുണ്ടാകുന്ന വെറുപ്പിനെ കൈകാര്യം ചെയ്യാനുള്ള അറിവും ജ്ഞാനവും അതിനുള്ള മാനസിക ബലവും നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടി ഇന്നേ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.